പരിശുദ്ധാത്മാവേ നിറയുക നിത്യസഹായകനെ, അരുളുക എന്നിൽ തിരുവാക്യങ്ങൾ, അവികലമാകാൻ ജീവിതം. അണയുക പരിശുദ്ധാത്മാവേ നിറയുക നിത്യസഹായകനെ, അരുളുക എന്നിൽ തിരുവാക്യങ്ങൾ, അവികലമാകാൻ ജീവിതം. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സുതരിൽ നിറഞ്ഞ സാക്ഷികളാക്കണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സുതരിൽ നിറഞ്ഞ സാക്ഷികളാക്കണമേ. ദൈവത്തോടുള്ള സമർപ്പണത്തിൽ ഉറച്ചു നിന്നപ്പോൾ എന്തുപറ്റി? ശദ്രാഖ്, മെഷാഖ്, അബ്ദനഗോ എന്നിവർക്ക് അനർത്ഥം നേരിടുകയാണ് ചെയ്തത്. എന്തനർത്ഥമാണ് നേരിട്ടതെന്ന് നിങ്ങൾക്കറിയാം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മുടെ ജീവിത അനുഭവമാണല്ലോ. വേദനകളിലൂടെ, വിഷമങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നാൽ അവിടെ ദൈവം എന്നെ പരിരക്ഷിക്കുമെന്ന വിശ്വാസം, അതാണ് നമുക്കുണ്ടാവേണ്ടത്. നമുക്ക് ദാനിയേൽ 3 മുമ്പോട്ടുള്ള വാക്യങ്ങളിൽ 27 നമ്മളത് കാണുന്നുണ്ട്. ഇവർ പുറത്തിറങ്ങി വരുമ്പോൾ ഇവരുടെ ദേഹത്ത് പുകയുടെ മണം പോലുമില്ല. തിരുവചനം അങ്ങനെ പറയുക. നമ്മളൊക്കെ കപ്പ വാട്ടിയേച്ച് വന്നാൽ മതിയല്ലേ, എന്നാ പറയുന്നത്, നെല്ല് പുഴുങ്ങിയേച്ച് നമ്മൾ വന്നാൽ എന്നാ ചെയ്യും? ആദ്യം പോയി ഒന്ന് കുളിച്ച് ഫ്രഷാകും. പിന്നെ കാരണം എന്നാ ചെയ്യും? പുകയൊക്കെ നമ്മുടെ ദേഹത്തടിച്ച് കഴിയുമ്പം അതിൻ്റെതായ മണവും ദുർഗന്ധവും ഒക്കെ ഉണ്ടാകും. നമ്മൾ പോയി നന്നായിട്ട് കുളിച്ച് തിരിച്ചു വരും. എന്നാൽ ഇവർക്ക് അങ്ങനെയുള്ളൊരാവശ്യം ഉണ്ടായില്ല. കാരണം നമുക്കറിയാം, അവർ AC റൂമിലായിരുന്നു ഇരുന്നത് എന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുമ്പോൾ ചില പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടാവും, ഇല്ലെന്നൊന്നും അച്ഛൻ പറയുന്നില്ല. പക്ഷേ ആ അനുഭവങ്ങളിൽ തന്നെ ദൈവം പരിരക്ഷിക്കും എന്നുള്ള ഉറപ്പ്, അതാണ് കർത്താവ് നമുക്ക് തരുക. അതിനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്ന് ഉൾക്കൊള്ളുവാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ആരൊക്കെ ഈ ലോകത്തിൽ ജീവിതത്തിൽ എന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, ആരൊക്കെ എന്നെ തടഞ്ഞാലും ഇല്ലെങ്കിലും, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. യെശയ്യാ 49:14 മുതൽ 15 വരെ വാക്യങ്ങൾ വളരെ പരിചിതമാണ് എല്ലാവർക്കും. അതെപ്പോഴും ഓർക്കണം നമ്മൾ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹമായ പെറ്റമ്മയുടെ സ്നേഹം മറന്നാലും ദൈവം എന്നെ മറക്കില്ല എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ദാനിയേൽ 6:3 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ, ദാനിയേൽ 6:3 മുതൽ 23 വരെ വാക്യങ്ങളിൽ ദാനിയേലിനും സിംഹങ്ങളുടെ വായിലേക്ക് എറിയപ്പെടുവാൻ ഇടയായി. എന്നാൽ നമുക്കറിയാം, സുരക്ഷിതമായിട്ട് ദാനിയേൽ പുറത്തു വരികയാണ്. അപകടം സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളിൽ തന്നെ ദൈവം അവരെ പരീക്ഷിക്കും നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് നമുക്ക് ഓർത്തിരിക്കുക, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കൂടെ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ കടന്നു വന്നിരിക്കുന്നു എന്നല്ല, എന്നിൽ കടന്നു വന്നിരിക്കുന്നു എന്ന ബോധ്യം എൻ്റെ ഹൃദയത്തിലുണ്ടാവണം. അതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെ പദ്ധതികളും പ്ലാനുകളുമൊക്കെ ചിലപ്പോൾ തകിടം മറിഞ്ഞേക്കാം. നമുക്ക് ചിലപ്പോൾ വിഷമങ്ങൾ ഉണ്ടായേക്കാം, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ അവിടെയൊക്കെ ദൈവം ഇടപെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ എനിക്ക് കഴിയണം എന്ന് അച്ഛൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാൻ 15:13 ഒരു സ്നേഹിതൻ തൻ്റെ ജീവൻ ഹോമിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറയുന്ന വചനഭാഗമാണത്. ഇത് നമ്മുടെ വിശുദ്ധ കുർബാനയെ നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടി ജീവൻ ഹോമിച്ചവനാണ് എൻ്റെ കർത്താവ്. ആ വിശുദ്ധ കുർബാനയാകുന്ന വലിയ ശക്തി, ആ വിശുദ്ധ രക്തത്തിൻ്റെ ശക്തി ആവോളം ആസ്വദിച്ചറിയേണ്ടവനാണ് ഞാനതേപ്പറ്റി പറയുകയല്ല, വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. എങ്കിലും നമ്മൾ ഓർക്കണം, ദൈവം നമുക്ക് തന്ന വലിയ ഗിഫ്റ്റ്,
ഈ ഗിഫ്റ്റ് നമ്മൾ വേണ്ടുവോളം ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പാലായിലൊരു അമ്മച്ചിയുണ്ട്. പാലായിലെ അമ്മച്ചി രാവിലെ എന്നും ആലിൻ്റെ ചുവട്ടിലാണ് കിടക്കുന്നത്. തലയണ ബാണ്ണക്കെട്ട്. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ അമ്മച്ചി വീടുകളിലേക്ക് പോകും ഭിക്ഷയാചിക്കാൻ. കഞ്ഞോളം തരണേ, കഞ്ഞോളം തരണേ എന്നാണ് പ്രാർത്ഥിക്കുക. എല്ലാ വീടുകളിൽ നിന്നും കഞ്ഞോളം കൊടുക്കും. അമ്മച്ചി കഞ്ഞോളം കുടിച്ചോണ്ട് അങ്ങനെ ജീവിച്ചു. അവസാനം അമ്മച്ചി മരിച്ചുപോയി. ബന്ധുക്കളാരും ഇല്ലാഞ്ഞുകൊണ്ട് പോലീസുകാർ അമ്മച്ചിയെ അടക്കി. പോലീസുകാർ അമ്മച്ചിക്ക് ആകെ ഉണ്ടായിരുന്ന സമ്പത്ത് ബാണ്ണക്കെട്ട് കണ്ടുകെട്ടി. പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ബാണ്ണക്കെട്ട് അഴിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് 15,000 രൂപ അടുക്കി വെച്ചിട്ടുണ്ട്. 15,000 രൂപ ബാണ്ണക്കെട്ടിനകത്ത് അടുക്കി വെച്ചാണ് അമ്മച്ചി എന്നും എല്ലാ വീടുകളിലും പോയി കഞ്ഞോളം തരണേ, കഞ്ഞോളം തരണേ, കഞ്ഞോളം തരണേ എന്ന് നടന്നു. ഒന്നുമില്ലേലും മിനിമം അവസാനത്തെ മാസമെങ്കിലും ഒരു ലോഡ്ജ് മുറിയെടുത്ത് ഹോട്ടലിൽ നിന്ന് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് അമ്മച്ചിക്ക് സുഖമായിട്ട് മരിക്കായിരുന്നു. പക്ഷെ അമ്മച്ചി അത് 15,000 രൂപ പൊതിക്കെട്ടി വെച്ചിട്ട് കഞ്ഞോളം തേടി നടന്നു. എന്തൊരു മണ്ടത്തര അല്ലേ! ഞാൻ എന്നാ പറഞ്ഞുകൊണ്ട് വരുന്നെന്ന് മനസ്സിലാവുന്നുണ്ടോ ആവോ? നമ്മുടെ കാര്യമല്ല കേട്ടോ. ചില സഹോദരങ്ങൾ ഇപ്പോഴും കഞ്ഞോളം തരണേ, കഞ്ഞോളം തരണേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ എവിടെയൊക്കെ പോകും. സ്വർഗീയ വിരുന്നില്ല ചിലർ പോകുന്ന. യഥാർത്ഥ സ്വർഗീയ വിരുന്നാകുന്ന വിശുദ്ധ കുർബാന ദൈവം ഗിഫ്റ്റായിട്ട് തന്നിരിക്കുന്ന മക്കള് അത് ഉൾക്കൊള്ളാതെ അവിടെ എവിടെ അലയുകയാണ്. അനുഭവം തരണേ, അനുഭവം തരണേ, അനുഭവം തരണേ. കയ്യിലിരിക്കുന്ന വലിയ സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ട് അവിടെ എവിടെ അലഞ്ഞു തിരിയുന്നവരെ കാണുമ്പോൾ ഞാൻ ഈ അമ്മച്ചിയുടെ കാര്യം ഓർത്തു പോകും. പിണങ്ങല് പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് സമൂഹങ്ങളിലേക്കോ യഹോവ സാക്ഷി സമൂഹങ്ങളിലേക്കോ അല്ല സഭയ്ക്കു നിരക്കാത്ത സമൂഹങ്ങളിലേക്കോ കടന്നു പോകുമ്പോൾ ഓർക്കണം, ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ആരുടെയും അവകാശമായിട്ടല്ല, ഗിഫ്റ്റായിട്ട് ദൈവം തന്നിരിക്കുകയാണ്. അതാണ് വിശുദ്ധ കുർബാനയാകുന്ന വിരുന്ന്. യോഹന്നാൻ 15:13 നമ്മളെ അതാണ് സ്മരിപ്പിക്കുക. വിശുദ്ധ കുർബാന മുഴുവനും സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലുകളാണ്. ഏത് റീത്തിലെ കുർബാന എടുത്തു നോക്കിക്കൊള്ളൂ, മുഴുവനും സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലുകളാണ് അവിടെ കാണുക. തന്നെ സമർപ്പിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി കീറി മുറിച്ചു തരുന്ന ദൈവം, നമുക്ക് വേണ്ടി രക്തമൊഴുക്കുന്ന ദൈവം. ആ രക്തത്തിൽ രക്ഷയില്ലെങ്കിൽ പിന്നെ എവിടെയാണ് രക്ഷയുള്ളത്? അപ്പോൾ എപ്പോഴും ഓർക്കുക, സഭയുടെ കൂടെ നിൽക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറ്റപ്പെടുത്താനോ ഒന്നുമില്ല, എനിക്ക് അല്പ സഹതാപമേ ഉള്ളൂ, ക്ഷമിക്കണം. ഞാൻ പറയും പാവങ്ങൾ, അത് നിങ്ങൾക്കിതറിയാൻ മേലാഞ്ഞിട്ടാ. പാവങ്ങൾ ശുദ്ധഗതിക്കാരാ, പോട്ടെ. 12-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു സമൂഹത്തിന് എങ്ങനെ കിട്ടും? എന്നാൽ നമ്മളെ ദൈവം ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ, എഫേസൂസ് 1:4, ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. എന്നിട്ട് ഈ പരിശുദ്ധമായ കത്തോലിക്ക സഭയിൽ നമുക്ക് അംഗത്വം നൽകി, പൂർണ്ണമായ വെളിപാടിന്റെ പൂർണ്ണത നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചു. എന്തുമാത്രം തമ്പുരാനോട് നന്ദി പറഞ്ഞാലും മതിയാവാത്ത ഒരു കാര്യം. ദൈവത്തിനെപ്പോഴും സ്തുതി പറയാനുള്ള കാര്യം എന്തുമാത്രം. ഞാൻ പറയും, കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞാലും മതിയാവുകയില്ല. കാരണം അത്ര വലിയ കൃപയാണ് തമ്പുരാൻ എനിക്ക് ചെയ്തിരിക്കുക. അതോർത്ത് ദൈവത്തോട് നന്ദി പറയണം. യോഹന്നാൻ 14:18 പറയാണ്, സ്നേഹിച്ചാൽ ഒരു കുഴപ്പം അങ്ങനെയുണ്ട്. യോഹന്നാൻ 14:18 അത് പറയും, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ നിങ്ങളുടെ പക്കലേക്ക് വരും. ഞാൻ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുമല്ല കേട്ടോ. ഒരു ഉദാഹരണം പറയുക, നിങ്ങൾ പിണങ്ങല്ലേ. ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്ത്, ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ്റെ പേര് ഞാൻ മാറ്റി പറയാം, കാരണം നിങ്ങളെങ്ങാനും തപ്പിപ്പിടിച്ചെങ്കിലോ എന്ന് പേടിച്ചിട്ട്. ചേട്ടൻ്റെ പേര് എന്നതാ പറയണ്ടത്? തോമാച്ചേട്ടൻ. തോമാച്ചേട്ടനല്ല പേര്, വേറൊരു പേരാ കേട്ടോ. അങ്ങനെ നിങ്ങളെങ്ങാനും തപ്പിപ്പിടിക്കരുത്. അതിനാ തോമാച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. ചേട്ടന്
അസുഖമായിട്ട് ആശുപത്രിയിലായി. ഞങ്ങൾ കൊച്ചു പിള്ളേരാ. ആശുപത്രി കാണാനായിട്ട് ഞങ്ങൾ പള്ളിക്കുടത്തിൽ നിന്ന് പോകുന്ന വഴിക്ക് ആശുപത്രി കയറിയപ്പോൾ സിസ്റ്റേഴ്സ് എന്ത് ചെയ്താൽ കാണിക്കത്തില്ല. അവർ പറഞ്ഞ് രോഗികളെ സന്ദർശിക്കാൻ അനുവാദമില്ല, പോടാ അവിടുന്ന് പറഞ്ഞു ഓടിച്ചു. പിള്ളേരുടെ കാര്യം ഞാൻ പറയാതെ അമ്മച്ചിമാർക്കറിയാമല്ല. പോടാ അവിടുന്ന് ഓടിക്കുമ്പോൾ അന്നാ ഒന്ന് കണ്ടിട്ടേ ഉള്ളെന്ന് പിള്ളേർക്ക്. ഞങ്ങളെന്ത് ചെയ്തു, പുറകിലുള്ള കപ്പപ്പറമ്പിൽ കൂടെ കയറി ആശുപത്രി മുറിയുടെ പുറകിൽ കൂടെയുള്ള ജനലിൽ കൂടെ കാണാൻ വേണ്ടി ചെന്നു. തടഞ്ഞില്ലായിരുന്നെങ്കിൽ എങ്ങനെ ചെല്ലുകയല്ലായിരുന്നു. തടഞ്ഞുകൊണ്ട് അങ്ങനെ ചെന്നപ്പോൾ ഞങ്ങൾ ഈ കേട്ടത് തോമാച്ചേട്ടൻ ആശുപത്രി മുറി കിടന്നുകൊണ്ട് കതിരു പറയട, വെള്ളം ഒഴുക്കട, വരമ്പ് മുറിക്കട എന്നൊക്കെ പറയുക. ഞാൻ വിചാരിച്ചു ഇതെന്നാ ഈ ആശുപത്രിയിൽ എന്നാ കൃഷി നടക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങളേതായാലും തിരിച്ചു വന്ന് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി തോമാച്ചേട്ടൻ ആശുപത്രിയിൽ കിടന്നുകൊണ്ട് വെള്ളം ഒഴുക്കട, ഞാറ് പറയടാ എന്നൊക്കെ പറയുവാന്ന് പറഞ്ഞു. അമ്മച്ചി എന്നെ ഉപദേശിച്ചു. അമ്മച്ചി നല്ല കാര്യമാണ് ഉപദേശിച്ചത്. അമ്മച്ചി എന്നോട് പറഞ്ഞ, അതേ തോമാച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പം കൃഷിയേ ശരണം എന്നും പറഞ്ഞല്ലായിരുന്നു നടന്നത്. എപ്പോഴും കൃഷിയുടെ പറയല്ലായിരുന്നു. ഇപ്പം തോമാച്ചേട്ടൻ ബോധം കെട്ട് കിടക്കുക, അന്നേരം കൃഷിയുടെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് മക്കള് ഈശോയെ സ്നേഹിച്ച് ജീവിച്ചോണം കേട്ടോ, അല്ലെങ്കിൽ ഈ അവസ്ഥ വരും. അതുകൊണ്ട് ഈശോയെ എപ്പോഴും ഓർത്തോണ്ട് ജീവിച്ചോണം. എൻ്റെ ദൈവമേ, ആർക്കറിയാം ഇനി മരിച്ചാൽ പിന്നെ ഇങ്ങോട്ട് വരികയല്ലെന്ന്. എന്നും കൂടെ അമ്മച്ചി ഒരു തട്ടി. എനിക്ക് അമ്മച്ചിയുടെ ഉപദേശമൊന്നുമല്ല എനിക്ക് കൊണ്ടത്. ആർക്കറിയാം മരിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയില്ല എന്ന് പറഞ്ഞതാണ് കൊണ്ടത്. തോമാച്ചേട്ടൻ താമസിയാതെ മരിച്ചു കഴിഞ്ഞപ്പോൾ തോമാച്ചേട്ടൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൂടെയാണ് പാടത്തോട്ട് പൊക്കോണ്ടിരുന്നത്. അതിലേക്കൂടെ പോകുന്നതായിട്ട് എനിക്ക് മാത്രമല്ല നാട്ടുകാർക്ക് ഒത്തിരി പേർക്ക് പിടികിട്ടി. കാരണം രാത്രി 8 മണിയാകുമ്പം തോമാച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് പട്ടി കുരയ്ക്കും. ഞങ്ങളുടെ വീടിൻ്റെ അതിലേക്കൂടെ പാടത്തോട്ട് പോകുന്നിടം വരെ പട്ടി കുരയ്ക്കും. അപ്പം ഞങ്ങളെല്ലാം കഥയെല്ലാം അടച്ചിടും, ജനലും അടയ്ക്കും ഞാൻ. കാരണം ഇങ്ങോട്ടെങ്ങാനും പോരല്ല എൻ്റെ ദൈവമേ. അവസാനം നാട്ടുകാർക്കെല്ലാം പേടിയായി. എങ്ങാണ്ടെന്നൊരച്ഛൻ വന്ന് ഷൂസിനകത്ത് കയറ്റിക്കൊണ്ട് പോയെന്നാണ് നാട്ടിൽ പറച്ചിൽ. ഇതെന്താണ് ഇവിടെ സൂചിപ്പിക്കുക? മനുഷ്യരുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്, എന്തിനെയെങ്കിലും സ്നേഹിച്ചാൽ അവിടുന്ന് വേർപിരിയാൻ പാടാണ്. ശരിയാണ്. സ്നേഹമെന്ന് പറയുന്നത് ഒത്തിരി അടുത്ത് പിടിച്ചിരുത്തുന്ന ഒരു ശക്തിയാണ്. അവിടുന്ന് വേർപിരിച്ചെടുക്കുക അത്ര എളുപ്പമല്ല. അങ്ങനെ വേർപിടിച്ച് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയും, യോഹന്നാൻ 14:18 ഈശോ പറയാണ്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടില്ല, ഞാൻ നിങ്ങളുടെ പക്കലേക്ക് വരും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് വേർപിരിയാൻ എനിക്ക് സാധ്യമല്ല എന്ന് കർത്താവ് പറയുകയാണ്. സ്നേഹത്തിൻ്റെ വലിയ അനുഭവമാണ്. നമ്മുടെ കൂടെ ദൈവം ആയിരിക്കുമെന്നാണ് കർത്താവ് പറയുക. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും മോന്ത കാണാൻ, എൻ്റെയും നിങ്ങളുടെയും കണ്ണ് കാണാൻ, എൻ്റെയും നിങ്ങളുടെയും ചിരി കാണാൻ, എൻ്റെയും നിങ്ങളുടെയും പ്രകൃതി കാണാൻ ദൈവം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ള ബോധ്യം എന്നെ എപ്പോഴും നയിക്കേണ്ടതാണ്. പിന്നെ എന്തിനാണ് ചിലപ്പോൾ നെഗറ്റീവ് ഇൻസിഡൻറ്റ് തരുന്നത്? അതിനുള്ള അർത്ഥവും ഞാൻ പറഞ്ഞു വെക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ കൈ കുറച്ച് പേര് കൂടി ഇങ്ങനെ കെട്ടി ഒരു 2-3 വർഷത്തേക്ക് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ എനിക്ക് ആവശ്യമുള്ള എല്ലാം ചെയ്യുന്നുണ്ട്, ഭക്ഷണം തരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നുണ്ട്. പക്ഷേ എൻ്റെ കൈ അഴിച്ചു വിടുകയില്ല. ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ നേതാവ് വന്ന് ഈ കൈയുടെ കെട്ടിങ്ങനെ മുറിച്ചു വിട്ടു, എൻ്റെ കൈ ഫ്രീ ആക്കി. എന്നാ സംഭവിക്കുമെന്നറിയാവോ? എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. നിങ്ങൾ പറയും, അച്ഛാ കൈയൊക്കെ എടുത്തോ, കുഴപ്പമില്ല, കെട്ടൊക്കെ അഴിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് അഴിക്കാൻ മേല. ഞാൻ കൈ ഒന്ന് പൊക്കാനായിട്ടൊന്നും ചിലപ്പോൾ ഒന്ന് ശ്രമിച്ചു കഴിയുമ്പോൾ ഞാൻ പറയും, വേണ്ട, എനിക്ക് കൈ പൊക്കണ്ട. കാരണം എന്നാ പറ്റി? ഇതിങ്ങനെ ഇരുന്നങ്ങ് തഴക്കമായി പോയി. ഇനി ഇത് തിരിച്ചു വെക്കാൻ പറ്റുകയില്ല. ഇനി തിരിച്ചെൻ്റെ കൈ ഫ്രീ ആക്കണം, എണ്ണ എടുക്കണമെന്ന് നമുക്കറിയാം. എണ്ണയിട്ട് തിരുമ്മി
വേദന എടുത്ത് ഒരു തരത്തിൽ ചിരിച്ച പൊക്ക് ഇങ്ങനെ ഒരു 2-3 ദിവസത്തെ തിരുമ്പ് കഴിയുമ്പം അച്ഛൻ ഒന്ന് പൊക്കി നോക്കി പൊക്ക് നോക്കി പൊക്ക് നോക്കി പൊക്ക് നോക്കി പൊക്ക് നോക്കി പൊക്ക് നോക്കി. ഞാൻ പറയും പൊക്കണ്ട, ഞാനിങ്ങനെ ഇരുന്നോളാം, എനിക്കിങ്ങനെ മരിച്ചാ മതി, എനിക്കിനി കൈ പൊക്കണ്ട, ഇതാ സുഖം എന്ന് ഞാൻ പറയും. കാരണം കുറെ നാള് ഇങ്ങനെ ഇരുന്നു പോയതാ. എന്താന്ന് പിടികിട്ടുന്നോട് അച്ഛൻ പറയുന്നത്, നമുക്ക് യോജിക്കാത്ത ചില അറ്റാച്ച്മെന്റ്, ചില ബന്ധങ്ങൾ, ചില അടുപ്പങ്ങൾ വന്നു കഴിയുമ്പോൾ അവിടെ കൂടുതൽ നേരം ഇരുന്നു പോയാൽ നമ്മൾ ചിലപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആയിപ്പോകും. അതുകൊണ്ട് കർത്താവ് ഫോഴ്സ്ഫുള്ളായിട്ട് ചില വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അച്ഛൻ കൊണ്ടുവരുന്നത് ചില മരണങ്ങളായിരിക്കാം. കട്ടുകൂടിയത് അച്ഛനറിയാം. നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ട ചില വ്യക്തികളുടെ വേർപാടാവാം, ചില രോഗങ്ങളാവാം, എനിക്ക് തന്നെ വരുന്ന ചില അപകടങ്ങളായി തീരാം. എന്തിന്? വേണ്ടാത്രത്തോട്ടുള്ള അറ്റാച്ച്മെന്റിനെ പിടിച്ചു വലിച്ച് ദൈവത്തിങ്കിലേക്ക് എന്നെ ഒട്ടിപ്പിക്കുവാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന വേദനകളും സഹനങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് അവ. പ്രിയമുള്ള സഹോദരങ്ങളെ, അവ ദൈവത്തിന്റെ പദ്ധതിയിൽ കാണുവാൻ കഴിയണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ നന്മയെന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് കഴിയണം. അതാണ് എൻ്റെ ഈശോ എന്നോട് പറയുന്നത്. മത്തായി 11:25 മുതൽ 30 വരെ വാക്യങ്ങൾ പറയാണ്, ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ്. അതൊരു പക്ഷേ ദൈവം കൊടുത്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അറിയുവാൻ, അവൻ്റെ സ്നേഹത്തെ അറിയുവാൻ, ആ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ എനിക്ക് കഴിയണമെന്ന് കർത്താവ് എന്നെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അച്ഛൻ ഇന്ന് ആഗ്രഹിക്കുന്നത് ഇതാണ്. ഇന്ന് രാത്രിയിൽ ഈശോയുടെ അടുത്തിരുന്നു കൊണ്ട് പ്രാർത്ഥനാപൂർവം ദൈവത്തിൻ്റെ ഈ വലിയ ഇടപെടലുകളെ, സ്നേഹത്തെക്കുറിച്ച് ഓർക്കണം. കഴിഞ്ഞകാല ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. അവിടെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ച ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഓരോന്നും എടുക്കണം, വിലയിരുത്തണം, ശക്തി സംഭരിക്കണം. സാധാരണ പറയുന്ന ഉദാഹരണം, പശു പുല്ല് തിന്നുമ്പോൾ വെട്ടി വിഴുങ്ങി തിന്നും. എന്നാൽ മാറിക്കിടന്ന് അയവിറക്കുമ്പോഴാണ് അത് ശക്തിയായിട്ട് അതിനെ എടുക്കുവാൻ സാധിക്കും. ഇതുപോലെ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളാരും പെട്ടെന്നുടനെ ദൈവത്തെ കണ്ടുവെന്ന് വരില്ല. പെട്ടെന്ന് അനുഭവം ഉണ്ടായി അങ്ങ് പോയി. എന്നാൽ ഇന്ന് ഈ കൺവെൻഷൻ്റെ ദിവസം ഈശോയുടെ അടുത്ത് മാറിയിരുന്ന അല്പനേരം വിലയിരുത്തണം. വിലയിരുത്തിയതിനു ശേഷം ജീവിതാനുഭവങ്ങളിൽ ദൈവത്തെ കണ്ടെത്തുവാൻ, ദൈവത്തെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ദൈവത്തിൻ്റെ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് ആ അനുഭവത്തിൽ ജീവിക്കുവാൻ ഹൃദയത്തിൽ തീരുമാനമെടുക്കണം. ദൈവത്തിൻ്റെ വചനങ്ങൾ ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് ഉൾക്കൊള്ളുവാനുള്ള ഒരവസരമായിട്ട് നമുക്ക് ഇത് തീരണം എന്ന് വളരെ സ്നേഹത്തോടെ അച്ഛൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ആ ദൈവസ്നേഹത്തിൻ്റെ അനുഭവം ഉൾക്കൊണ്ട് ജീവിതത്തിലേക്ക് ആ വചനവുമായിട്ട് കടന്നു വന്ന് അത് വെറും ഒരു ആദർശമായി നിൽക്കാതെ എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നതായിട്ട് മാറുവാൻ എനിക്ക് കഴിയണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനമായിട്ട് എസെക്കിയേൽ 16:4 മുതൽ വാക്യങ്ങളിൽ നാം കാണുന്ന ആ വചനം ഒന്ന് ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാം. എസെക്കിയേൽ 16:4 മുതൽ വാക്യങ്ങളിൽ ഒരു പെൺകുട്ടിയോടുള്ള സ്നേഹത്തോടാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ ഉപമിച്ചിരിക്കുന്നത്. പൊക്കിൾക്കൊടി മുറിക്കാതെ, രക്തമൊന്നും കഴുകിക്കളയാതെ വെളിമ്പ്രദേശത്ത് എറിഞ്ഞിരുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അത് ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അൺവാണ്ടഡ് ചൈൽഡ്, വേണ്ടാത്ത ഒരു കുട്ടി. ആ കുട്ടിയെ ഞാനാണെടുത്ത് ജീവൻ നൽകിയത് എന്ന് എസെക്കിയേൽ 16 മുൻപോട്ടുള്ള വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിന്ന് രാത്രി വായിക്കണം നിങ്ങൾ. എസെക്കിയേൽ 16:4 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. കർത്താവാണ് എനിക്ക് ജീവിതം തന്നത്, കർത്താവാണ് എന്നെ പരിപാലിക്കുന്നത് എന്ന് അവിടെ വ്യക്തമായിട്ട് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ വേറൊന്നുമല്ല, ഉറപ്പായിട്ട് പറയാം, തമ്പുരാൻ ഊതി വീർപ്പിച്ച ബലൂണുകളാണ്. ഉൽപ്പത്തി പുസ്തകം 15:1 പറയുന്നു, ദൈവം എനിക്ക് പരിചയമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? യുദ്ധം ചെയ്യുമ്പോൾ വെട്ടേൽക്കുന്നത് പരിചയക്കാണ്. നമുക്ക് വെട്ടേക്കില്ല, പരിചയക്കേൽക്കും. വെട്ടുകളെല്ലാം കൊള്ളുന്ന ദൈവം തന്നെയാണ്. എന്നാൽ ആ പരിചയമായിട്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണം.
പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭ ഒരു വിഷമത്തിലൂടെ കടന്നു പോവുകയാണെന്ന് എനിക്ക് നിങ്ങൾക്കെല്ലാം അറിയാം. ക്രൈസ്തവനായതിൻ്റെ പേരിൽ സഹനങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. നമ്മുടെ സഹോദരങ്ങൾ സഹനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. വർണ്ണിക്കാനാവാത്ത വിധത്തിലുള്ള സഹനങ്ങളാണ് അവർ കടന്നു പോകുന്നത്. മനസ്സ് പതറാനല്ല, അതേ ആ സഹനങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ കർത്താവിന് വേണ്ടി എന്ന ബോധ്യത്തോടുകൂടി രക്തസാക്ഷിത്വം സ്വീകരിക്കുവാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് കഴിയുമ്പോൾ നമ്മൾ അതിൽ വേദനിക്കുക മാത്രമല്ല, നമ്മൾ കൂടുതൽ വിശ്വാസത്തിൽ ശക്തിപ്പെടാനും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തിലേക്ക് കൂടുതൽ അടിയുറയ്ക്കുവാനും അങ്ങനെ വിശ്വാസത്തിൽ വളരുവാനുമാണ് ഈ അവസരത്തിൽ നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്നുകൂടെ ഞാൻ പറഞ്ഞു വെക്കുകയാണ്.